103-ാമത്തെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അക്ബർ സാഹിബ് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ദൈവത്തിന് രൂപമുണ്ടെന്ന് പറയുന്നവൻ അവിശ്വാസിയാണ് എന്ന് അക്ബർ സാഹിബ് പറഞ്ഞു എന്നാണ്. ഖുർആൻ ആയത്ത് ഏതാണ്? 6-ാം അധ്യായം 103-ാമത്തെ ആയത്ത്. 6-ാം അധ്യായത്തിലെ 103-ാമത്തെ ആയത്തിൽ ഇത്ര മാത്രമേ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ എഴുതി കൂട്ടിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഖുർആനിൽ ഏതായാലും എഴുതി കൂട്ടാൻ കഴിയൂല. വിശുദ്ധ ഖുർആൻ ഇതേ പറഞ്ഞിട്ടുള്ളൂ, ലാ തുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. അവനെ കണ്ണുകൾക്ക് കണ്ടെത്താനാവില്ല, എന്നാൽ ആ കണ്ണുകളെ അവൻ കണ്ടെത്തുകയും ചെയ്യും. വഹുവൽ ലത്തീഫുൽ ഖബീർ. അവന്റെ വിശേഷണം പറയുകയാണ് അവിടെ, സൂക്ഷ്മജ്ഞാനിയും അഭിജ്ഞനുമാകുന്നു. ഇതേ വിശുദ്ധ ഖുർആനിൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് ആർക്കെങ്കിലും രൂപമില്ലാന്ന് കിട്ടിയോ? ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അക്ബർ സാഹിബ് എവിടെ പറഞ്ഞു? അതൊക്കെ കൊണ്ടുവരണ്ടേ? വെറുതെ പറഞ്ഞങ്ങനെ പോവാൻ, യാതൊരു ലക്കുല്ലഗാനും ഇല്ലാതെ മൂപ്പരങ്ങനെ പറഞ്ഞു പോവാൻ. പക്ഷെ അക്ബർ സാഹിബ് എവിടെ പറഞ്ഞു? നിങ്ങൾ ഇതൊന്നും ഉദ്ധരിച്ചിട്ടില്ല. ഈ കാര്യം പേജ് നമ്പറോ ഒന്നും പറയാതെ നേരെ പറയണം, എന്നിട്ട് നേരെ ഉദ്ധരണികൾ ഉദ്ധരിക്കുക. ഇതിനാണ് ശരിക്കും കപടത എന്ന് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയാം. ശരിക്കും മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് തന്നെ പിന്നെ മൂപ്പര് കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ള അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ആക്ഷേപമാണ്. അള്ളാഹു പിതൃത്വം നിഷേധിക്കുകയാണ്. അള്ളാഹ്ക്കൊരു മോനുണ്ടായിട്ട് എന്റെ മോനല്ല എന്ന് പറഞ്ഞു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെക്കുറിച്ച് ആരെങ്കിലും തോന്നിയത് എന്തെങ്കിലുമൊക്കെ പറയാം, എന്നിട്ട് ദൈവം പറയാണ് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ മേലേക്ക് കുതിര കയറില്ല. അള്ളാഹുവിനൊരു പുത്രൻ ഉണ്ടായിട്ടില്ല, അത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് സത്യമാവുമോ? ക്രൈസ്തവർ ഒന്നടങ്കം ദൈവത്തിനൊരു പുത്രൻ ഉണ്ടായി എന്ന് വാദിച്ചതുകൊണ്ട് ദൈവത്തിനൊരു പുത്രൻ ഉണ്ടാകുമോ? വിശുദ്ധ ഖുർആൻ അത് കൃത്യമായിട്ട് തന്നെ നിഷേധിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അള്ളാഹു ഒരു പുത്രൻ ഉണ്ടായിട്ടല്ല നിഷേധിച്ചതല്ല, അള്ളാഹു അവന് യോജിക്കാത്തത് കൊണ്ടാണ് അത് നിഷേധിച്ചത്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ തന്നെ ആ കാര്യം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഖുർആൻ പറയാണ്, ഖാലു ഇത്തഖദല്ലാഹു വലദൻ സുബ്ഹാനഹു ഹുവൽ ഗനിയ്യു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ഇൻ ഇൻദകും മിൻ സുൽത്താനിൻ ബിഹാദാ അതഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ. ഖുർആൻ പറയാണ്, അവർ അള്ളാഹുവിനൊരു പുത്രൻ ഉണ്ടായി എന്ന് വാദിച്ചിരിക്കുന്നു. സുബ്ഹാനഹു, അവൻ പരിശുദ്ധനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവനൊരു കുട്ടി ഉണ്ടാകുക എന്നത് യോജിക്കുന്നതല്ല. ദൈവത്തിന് യോജിക്കാത്ത എന്തെങ്കിലും വിശേഷണം, ഇപ്പൊ ബൈബിളിൽ ഉദ്ധരിച്ച വിശേഷണങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരെയും കൊല്ലാനും കുഞ്ഞുങ്ങളെ വരെ കൊല്ലാനും ഒക്കെ കൽപ്പിക്കുന്ന വിശേഷണങ്ങൾ ദൈവത്തിന്റെ മേലെ കെട്ടിവെച്ചിട്ട് ആ വിശേഷണങ്ങളൊക്കെ ദൈവം നിഷേധിക്കുമ്പോ അത് കണ്ടില്ലേ ദൈവം കളവ് പറയുന്നെന്ന് പറഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ ആരാ തയ്യാറാവുക? അള്ളാഹുവിനൊരു പുത്രൻ ഉണ്ടാവുക എന്നത് അവന് യോജിക്കുന്നതല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതെന്തുകൊണ്ടാണ്? ദൈവത്തിനൊരു പുത്രൻ ഉണ്ടാകുക എന്നത് യോജിക്കുന്ന വിശേഷണമല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ മിഷനറിമാർക്ക് അത് പറ്റില്ല. അപ്പൊ വിശുദ്ധ ഖുർആന്റെ പേരിൽ കളവ് പറയുക. എന്നാൽ യഥാർത്ഥത്തിൽ ഖുർആൻ ഇറങ്ങിയതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശങ്ങളിൽ ഒരു ഉദ്ദേശം തന്നെയാണ് അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വാദിക്കുന്നവർക്ക് മറുപടി നൽകുക. ഖുർആൻ ഇറങ്ങിയതിന്റെ ഒരു ഉദ്ദേശം തന്നെ അതാണ്, അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയുന്നവർക്ക് താക്കീത് നൽകാനാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങി. ഖുർആൻ ആ കാര്യം സൂറത്തുൽ കഹ്ഫിന്റെ 4 മുതൽ 5 വരെയുള്ള ആയത്തുകളിൽ പറഞ്ഞു. വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബ. വിശുദ്ധ ഖുർആൻ പറയാണ്, ഈ ഗ്രന്ഥം ഇറക്കിയിട്ടുള്ളത് വലിയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അല്ലാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് താക്കീത് നൽകുവാൻ വേണ്ടിയിട്ടാണ്. മാലഹും ബിഹി മിൻ ഇൽം, ഇവിടെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ആ വിഷയത്തിൽ ഒരു അറിവുമില്ല, അവർക്ക് ആ കാര്യത്തിൽ ഒരു അറിവുമില്ല. മാലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം, അവരുടെ വാപ്പമാർക്കും ഇല്ല, അവരുടെ പിതാക്കന്മാർക്കും ആ വിഷയത്തിൽ യാതൊരു തെളിവില്ല. അവർ പറയുക എന്നതല്ലാതെ. കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായയിൽ നിന്ന് പുറത്തു വരുന്ന ആ വാക്കുകൾ അത് ഏറെ ഗുരുതരമായിരിക്കുന്നു. ഇൻ യഖൂലൂന ഇല്ലാ കദിബ,
അവർ പറയുന്നത് കളവല്ലാതെ മറ്റൊന്നുമല്ല. ഇത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അള്ളാഹു ഒരു പുത്രൻ ഉണ്ടാക്കിയിട്ട് നിഷേധിച്ചതല്ല. തെളിയിക്കട്ടെ, മിഷനറിമാർ തന്നെ തെളിയിക്കട്ടെ. ദൈവത്തിനൊരു പുത്രൻ ഉണ്ടായി എന്ന വാദം പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കട്ടെ. അതാണല്ലോ വേണ്ടത്. അല്ല വിശുദ്ധ ഖുർആന് നേരെ മെക്കിട്ട് കയറിയതുകൊണ്ട് കാര്യമില്ലല്ലോ. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന് യോജിക്കാത്തൊരു ഒരു വിശേഷണത്തെ കൃത്യമായി എതിർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പഴയ നിയമം ഇറങ്ങിയിട്ട് പല കാലങ്ങളായി, യേശുക്രിസ്തു വരുന്നതിന് മുൻപ് പഴയ നിയമം ഇറങ്ങിയിട്ട് കാലങ്ങളായി. മൂശാ പ്രവാചകന് ശേഷമുള്ള കാലഘട്ടം യഹൂദന്മാർ മനസ്സിലാക്കിയോ? മൂശാ പ്രവാചകൻ മനസ്സിലാക്കിയോ ദൈവത്തിനൊരു പുത്രനുണ്ട് എന്ന വാദം? അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ ഇത് വ്യക്തമായി കാണിക്കട്ടെ. പഴയ നിയമത്തിൽ നിന്ന് വ്യക്തമായി മിഷനറിമാർ കാണിക്കാൻ തയ്യാറാണോ? ഇവിടെ പോലും പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് ഖുർആനിന്റെ നേരെ മെക്കിട്ട് കയറിയതുകൊണ്ട് സ്വന്തം ദേഷ്യം തീർക്കാന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യവുമില്ല. വിശുദ്ധ ഖുർആന് നേരെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ ഞാൻ പറയട്ടെ, ക്രൈസ്തവ മിഷനറിയുടെ മാന്യത യഥാർത്ഥത്തിൽ കാരുണ്യത്തിന്റെ വക്താക്കളെന്നും കുഞ്ഞാടുകളെന്നും ഒക്കെ അവകാശപ്പെടുന്ന ആളുകൾ സ്റ്റേജിന്മ കയറിയിട്ട് ഇസ്ലാമിന് നേരെ ഒന്ന് വിമർശനം തൊടുത്തു വിട്ടപ്പോ സ്വന്തം മാന്യത പോയി. സ്വന്തം മാന്യത കംപ്ലീറ്റ് കളഞ്ഞു കുളിക്കാൻ. വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ മറ്റുള്ളവരുടെ ദൈവത്തെ പരിഹസിക്കരുത്. ഖുർആൻ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോ ആ മാന്യതയെ മറന്നുപോയി. ഏതുവരെ എന്ന് ചോദിച്ചാൽ സ്റ്റേജിന്മ കയറിയപ്പോ മറന്നുപോയതിന്റെ ഒരു ഉദാഹരണമാണ്. ഇവിടെ കയറി നിന്നപ്പോ പാതിരി അക്ബർ സാഹിബുമായി ഡിബേറ്റ് നടത്തിയവരൊക്കെ ഡോങ്കികളാണെന്നാണ് പറഞ്ഞത്. അക്ബർ സാഹിബുമായിട്ട് ഡിബേറ്റ് നടത്തിയവരൊക്കെ ഡോങ്കികളാണെന്നാണ്. ഡോങ്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, കഴുത എന്നാണ് അർത്ഥം. ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കും. ഇവിടെ സ്വാഗതം പറഞ്ഞാൽ അക്ബർ സാഹിബുമായിട്ട് ഡിബേറ്റ് നടത്തിയാണ്. ഈ സ്റ്റേജിൽ പിന്നിലിരുന്ന ആള് പോലും അക്ബർ സാഹിബുമായിട്ട് ഡിബേറ്റ് നടത്തിയാണ്. ഇവിടെ ഒരു പുസ്തകം പ്രസാദനം ചെയ്ത് അത് എഴുതിയ ആളും അക്ബർ സാഹിബുമായിട്ട് ഡിബേറ്റ് നടത്തിയാണ്. മാത്രമല്ല അക്ബർ സാഹിബുമായിട്ട് ഇവരെ പോലുള്ള ആൾക്കാരൊന്നല്ല. ക്രൈസ്തവ ദൈവിക ശാസ്ത്രത്തിൽ 2 ഡോക്ടറേറ്റുകളുള്ളവർ, IAS ഉള്ള ആളുകൾ, ഇവരൊക്കെ ഡിബേറ്റ് നടത്തിയിട്ടില്ല. ഇവരൊക്കെ ഡോങ്കികളാണെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ മാന്യത ആരെങ്കിലും വിളിക്കോ? എന്നിട്ട് ഞങ്ങളാണ് ധാർമ്മികതയുടെ ആളുകളിൽ വിളിച്ചു പോയതുകൊണ്ട് കാര്യമില്ല. അത് കുറച്ച് പ്രകടിപ്പിക്കാൻ അറിയണം. അത് സ്വാഭാവികമാണ്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ധാർമ്മികത പറയുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ആവുള്ളൂ. സ്റ്റേജിൽ കയറിയതുകൊണ്ട് എത്രയല്ലേ പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സംഭവിച്ചാണതൊക്കെ. എന്നിട്ട് അക്ബർ സാഹിബായിട്ട് അദ്ദേഹത്തിനോടുള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹവുമായി ഡിബേറ്റ് നടത്തിയൊരു ഡോങ്കികൾ. ഞാൻ പറഞ്ഞു, ഡോങ്കികൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ശരിക്കും അർത്ഥം കഴുതാണ്. സ്വാഭാവികമായിട്ട് ഇവരൊക്കെ കഴുതാന്ന് വിളിച്ചപ്പോ മുന്നിലിരിക്കുന്ന ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും വരുന്നത് നല്ല കുതിരകളാവും, നല്ല കുതിരകളാണ് വരാൻ പോണെന്നുള്ള എന്നുള്ള വിചാരത്തിലായിരുന്നു. ഫ്രഞ്ചിലൊരു പഴഞ്ചൊല്ലുണ്ട്, പർവ്വതം പർവ്വതം ഇങ്ങനെ പ്രസവിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ നാട്ടുകാരൊക്കെ ആകെ ഭയന്നു. വളരെ പ്രശ്നമാണല്ലോ, പർവ്വതമാണ് പ്രസവിക്കാൻ പോകുന്നത്. ആൾക്കാരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണം, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ്. ആകാംക്ഷാഭരിതമായ നിമിഷങ്ങൾക്ക് ശേഷം പർവ്വതത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു. ഇതൊരു എലിക്കുട്ടിയായിരുന്നു. അതേപോലെ ഇവിടെ ആൾക്കാർ വിചാരിച്ച് മറ്റുള്ളവരൊക്കെ ഡോങ്കിന്ന് വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും ഇവിടെ വരാൻ പോണ നല്ല കുതിരകളാണ്, ശക്തിയുള്ള കുതിരകൾ. പക്ഷെ വന്നതൊരു എലിക്കുട്ടിയായിരുന്നു. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിന്റെ അവസ്ഥ അതാണ്. അതുകൊണ്ട് തന്നെ അതേപോലെയാണ് വിശുദ്ധ ഖുർആൻ നേരെ ഇവിടെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ക്രൈസ്തവ സഹോദരന്മാർ മനസ്സിലാക്കുക, അള്ളാഹുവിന് നേരെ വളരെ മോശമായ നിരക്ക് ഒരു മാന്യതയുമില്ലാതെ ആരോപണങ്ങൾ അയച്ചുവിടാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് അതുപോലെ പ്രസംഗിക്കാൻ നമുക്ക് ആർക്കും കഴിവില്ലാണ്ടല്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് ആ മാന്യതയല്ല. ബൈബിൾ പഠിപ്പിച്ച ധാർമ്മികത വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ പഠിപ്പിച്ചത് മറ്റുള്ളവരുടെ ദൈവങ്ങളെ നിങ്ങൾ അപഹസിക്കരുത് എന്നാണ്, പരിഹസിക്കാൻ പാടില്ല എന്നാണ്. അവരോട് മാന്യമായി പെരുമാറാൻ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. അവിശ്വാസികളുടെ നേരെ കണ്ട ഒരു സ്റ്റേജ് കിട്ടിയെന്ന് വിചാരിച്ച് കുതിര കയറാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല. അത് ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സ്വാഭാവികമാണ് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ധാർമ്മികത പഠിച്ചത് ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാവും. അതുകൊണ്ട് സംഭവിച്ചതാണ് എന്നേ നമുക്ക് മനസ്സിലാക്കാൻ തരമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ
അതുകൊണ്ടാണ് ഈ